കുട്ടികൾക്കൊരു സ്നാക്സ് വേണമെന്ന് പറഞ്ഞു. സോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഏത്തക്കയാണ്. സോ ഏത്തക്ക എടുത്തിട്ട് ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ മഹേഷേട്ടൻ പറഞ്ഞു പഴംപൊരി വേണ്ട, വെറൈറ്റി ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനൊരു സംഭവമാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് നമ്മൾ ഈ പഴം തൊലി പൊളിക്കുക. തൊലി പൊളിച്ച് ഞാനിത് 4ആയിട്ട് കീറിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. ഓക്കെ, ഞാനിത് ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ 4 ഇതായിട്ട് കീറിയിട്ട് കുഞ്ഞു പീസായിട്ട്. ഇനി നമുക്ക് ശർക്കര പാവ് കാച്ചാം. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര പാവ് കാച്ചാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്യാം. അതൊന്ന് ഉരുകി വന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്യണം. ആ ഗ്രേറ്റ് ചെയ്ത തേങ്ങയും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. കുറച്ച് കാർഡമം എടുത്തിട്ടുണ്ട്, ഒരു 4 പീസ്. അപ്പം അത് നന്നായിട്ട് ചതച്ച് പൊടിയായിട്ട് എടുക്കുക കേട്ടോ. ശർക്കര ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. മീൻവയൽ നമ്മൾ ഒരു ബൗളിൽ കുറച്ച് അവലെടുത്ത് വയ്ക്കുക. സോ അവൽ നമ്മളിതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. പിന്നെ ഒരു ഭാഗത്ത് തേങ്ങ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കണം. സോ ഇതും നമ്മൾ അതിൻ്റെ കൂടെ ഇടും, ഈ ശർക്കര പാവ് കാച്ചിനകത്ത്. കാർഡമം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതും അതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ഇത് ഉരുകി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊക്കനട്ട് ആഡ് ചെയ്യുക. കുറച്ച് നേരം ഇതൊന്ന് മിക്സ് ആവണം. ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കും. നന്നായിട്ടൊന്ന് വെന്ത് മിക്സായി വരട്ടെ. ഓക്കെ, ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കാർഡമം ആഡ് ചെയ്യുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ അതും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇതെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യണം. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മളൊരു നുള്ള് ഉപ്പ് കൊടുക്കണം, ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വെന്ത് കുഴഞ്ഞ് വരണം. സോ അതുവരെ വി വിൽ വെയിറ്റ്. ശേഷം വെന്ത് വന്നപ്പോൾ ഞാൻ അവൽ ആഡ് ചെയ്യുകയാണ്. അതൊരു 2 പിടി ഇത്ര മതി കേട്ടോ, അധികം വേണ്ട. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കാഷ്യൂ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. ഒരു വെന്ത് കുഴഞ്ഞ് വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരണം. ഓക്കെ, അപ്പോൾ ഇത് ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, നെയ്യോ എണ്ണയോ ഒക്കെ. അപ്പോൾ അതാ നമ്മളൊരു സ്പൂണ് നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഓൾമോസ്റ്റ് നന്നായി വെന്ത് വന്നു. ഇനി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഇത് തണുക്കണം. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കുന്നതായിരിക്കും. ഇത് ഓൾമോസ്റ്റ് ചൂട് ആറിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് ബോൾ പോലെ ആക്കി കുഞ്ഞ്. എന്നിട്ട് ഞാനിവിടെ റവയിൽ ഇങ്ങനൊന്ന് ഇങ്ങനൊന്ന് റോൾ ചെയ്യുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുക്കുക. സോ ഇതേപോലെ നമ്മൾ എല്ലാം ഇങ്ങനെ ഉരുട്ടി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കുക. ഓക്കെ, അങ്ങനെ ഞാൻ ഉരുളകളാക്കിയിട്ട് റവയ്ക്കകത്ത്
മിക്സ് ചെയ്ത് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എണ്ണ ചൂടാക്കി അതിനകത്ത് ഫ്രൈ ചെയ്ത് എടുക്കുക. ഇനി ഞാൻ പാന് വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പഴംപൊരിയല്ല, ആ പഴം നമ്മൾ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് കൈകൊണ്ടല്ല ഇതിലേക്ക് വെക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്ലോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇതാ എണ്ണ ചൂടായതിന് ശേഷം വേണം ഇടാൻ. എപ്പോഴും എന്നോട് മഹേഷേട്ടൻ പറയുന്നതാണ്, അല്ലെങ്കിൽ അത് നന്നായിട്ട് വരില്ല എന്ന്. സോ അതിന് വേണ്ടത് ക്ഷമയാണ്. എനിക്കതൊട്ടും ഇല്ലാത്ത ഒരാളാണ്. ഇങ്ങനെ അതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക, കരിയാതെ സൂക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ രുചിയെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് അടുത്ത സെറ്റ് റെഡിയാക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇത് ഓൾമോസ്റ്റ് റെഡിയായി. നമ്മളിത് എടുത്ത് മാറ്റാം കേട്ടോ. നമ്മുടെ സ്വാദിഷ്ടമായ പഴം കൊണ്ടുള്ള വിഭവം റെഡിയായി. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ഇത് ഡിപ്പ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ അല്ലാതെ തന്നെ ലൈക്ക് റൗണ്ട് ആക്കിയിട്ട് കഴിക്കാവുന്നതാണ്. എനിക്കിപ്പം ശരി ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്